പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം, മനസ്സിലാക്കുന്ന വിഷയം പ്രാർത്ഥനകൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ പ്രാർത്ഥനാ രഹസ്യം, അതിനെ സംബന്ധിച്ചാണ്. ഏതാത്മീയതയിലും പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലേ. അതിപ്പം നിങ്ങൾക്ക് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ ഇനി ഒന്നും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോട്ട് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ശാസ്ത്രീയത അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനകളെല്ലാം ബിംബിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ബിംബിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, കമ്പനം ചെയ്യുന്നതാണ്. കമ്പനം വെച്ചാൽ തരംഗം. പ്രകമ്പനം എന്ന് കേട്ടിട്ടില്ലേ? അത് പ്രക്ഷോഭകരമായ തരംഗത്തെയാണ് പ്രകമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചലിക്കുന്ന വസ്തുക്കളെല്ലാം സദാ കമ്പനം കൊണ്ടുകൊണ്ടാണ് ചലിച്ചുകൊണ്ടായിരിക്കുന്നത് അല്ലേ. നമ്മുടെ ശരീരമായാലും ചുറ്റുപാടുള്ള സസ്യജാലങ്ങളായാലും പ്രപഞ്ചമാണെങ്കിലും സദാസമയം കമ്പനത്തിലാണ്. നമ്മൾ കമ്പനത്തിൻ്റെ ഒരു ഭാഗമാണ്, ചലനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ചലനാത്മകമായിട്ടുള്ള ഈ ഒരു ശരീരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും ഒരു പ്രകമ്പനമാണ് അല്ലേ. ഇപ്പോൾ ദേവാലയത്തിൽ പോയി നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകീകൃതമായിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ടാവുമല്ലോ. അവിടെ നിങ്ങളുടെ എനർജിയെ, പ്രകമ്പനത്തെ കൂടുതൽ ട്രിഗർ ചെയ്ത് ഉയർത്തത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ശുദ്ധവും വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള ശബ്ദങ്ങളുണ്ടാകും, ചിട്ടകളുണ്ടാകും. അതെല്ലാം തന്നെ മനുഷ്യ മനസ്സിനെയും ചുറ്റുപാടുകളെയും ഒന്ന് കമ്പനം കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള, ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ ചലനാത്മകമായ സ്ഥലത്തേക്കാണ് ചലിക്കുന്ന നമ്മളും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം ലഭിക്കുന്ന സ്ഥലത്ത് നിന്നും കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ ചെല്ലുന്ന ആളുടെയും തമ്മിലുള്ള വൈബ്രേഷൻസ്, ചലനങ്ങൾ ഏകദേശം സമാന്തരമായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഫലം കിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു എനർജി ഇങ്ങോട്ട് വരുന്നുണ്ട്, കമ്പനം ലഭിക്കുന്നുണ്ട്. ആ കോസ്മിക് എനർജിയുടെ അവിടെ പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ചടങ്ങുകളിലൂടെ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അത് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള കമ്പനം അല്ലെങ്കിലോ, എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആകുലതകളും വ്യാകുലതകളും കൊണ്ട് അവിടോട്ട് ചെല്ലുമ്പോൾ ആ തരംഗമല്ലേ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നതിൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കമ്പനം നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഫലം കിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടുന്ന് വരുന്ന ആ എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ട് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ദുരന്തം ഉണ്ടാവും. അതുകൊണ്ടാണ് വിഷമിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും പ്രയാസം അനുഭവിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും യാചിച്ചുകൊണ്ടും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള രീതിയിലുള്ള ഇമോഷനാണ് നിങ്ങൾ, ആ വൈബ്രേഷനാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ചതിൻ്റെ ഇരട്ടിയായിരിക്കും ഇങ്ങോട്ട് ബിംബിപ്പിക്കുന്നത്. ബിംബം എന്ന് പറഞ്ഞാൽ ബിംബിപ്പിക്കുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയാക്കി തിരികെ തരുന്നു എന്നോർക്കുക. അതുകൊണ്ട് പ്രാർത്ഥനാവേളയിൽ ഒരു കാരണവശാലും നിങ്ങൾ സങ്കടത്തിലായി പിന്നെ കാരുണ്യമാകാം, കരുണയോടെ പ്രാർത്ഥിക്കാം. അതിൻ്റെ ഉള്ളിൽ സന്തോഷമാണല്ലോ. ഇനി അതല്ലെങ്കിൽ ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള വൈബ്രേഷൻസാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ ഇരട്ടി ആ നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾക്കുള്ള വൈബ്രേഷൻ തിരികെ കിട്ടുന്നു, ബിംബിപ്പിക്കുന്നു. അപ്പോൾ ബിംബങ്ങളിൽ എപ്പോഴും പ്രാർത്ഥിക്കുക. ബിംബമല്ല വന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. ഏതുദ്ദേശത്തോടു കൂടിയാണോ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ബിംബിപ്പിക്കുന്നത്, അതിന് ഇരട്ടിയായി തിരികെ തരാനുള്ളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ബേസ്ഡുള്ള സംവിധാനങ്ങളാണ് ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ളത്. ഇനി ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾ പ്രപഞ്ചത്തോട്ട് കൊടുക്കുന്ന പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് എന്തും സ്വീകരിക്കത്തക്ക രീതിയിൽ തയ്യാറായി നിൽക്കുകയാണ്. ഗൗതമ ബുദ്ധനൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി അല്ല, പ്രപഞ്ചത്തെയാണ് ആരാധിക്കുന്നത്. അങ്ങോട്ട് നമ്മുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷൻസ് കൊടുത്തുകൊണ്ട് അതിന് ഇരട്ടിയായിട്ടുള്ളത് ഇങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നു. ഇത് സാധാരണക്കാർക്ക് പലപ്പോഴും ഇത് അവ്യക്തമായതുകൊണ്ട് തന്നെ വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട് ചില ബിംബങ്ങളിലോ ദേവാലയങ്ങളിലോ അധിഷ്ഠിതമായിട്ടുള്ള, ദേവാലയങ്ങളും ബിംബങ്ങൾ തന്നെയാണ്. അകത്തൊരു മൂർത്തി ഇല്ലാത്ത ദേവാലയങ്ങൾ ഒരുപാടുണ്ട്. അവിടെയും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റം ചെറുപ്പം മുതലേ ഉള്ളതിനെ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥനകളുടെ രഹസ്യം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻസ്, ബിംബിപ്പിക്കൽ നല്ല ശക്തമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ പുറമേ ഉള്ള സംസാരം പോലുള്ള അകത്ത സംസാരത്തെ സൂക്ഷ്മമായി ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിനെ വ്യാകുല ചിന്തകളെ ശുദ്ധീകരിക്കുക. പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറായ മാനസികാവസ്ഥയിൽ വേണം പ്രാർത്ഥനകൾ എപ്പോഴും ചെല്ലാൻ അതിന് തയ്യാറാകാം. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.